ക്ഷേത്രജ്ഞൻ എന്നാൽ പരബ്രഹ്മമാണ്. അത് ആദിരഹിതവും ഗുണാതീതവുമാണ്. അത് സത്തെന്നും അസത്തെന്നും പറയാവുന്നതല്ല. അത് എല്ലായിടത്തും കയ്യും കാലുമുള്ളതും, എല്ലായിടത്തും തലയും കണ്ണുമുള്ളതും, എല്ലായിടത്തും ചെവികളുള്ളതും, എല്ലാത്തിനെയും മറച്ച് സ്ഥിതി ചെയ്യുന്നതും ആകുന്നു. ശ്രീ ഭഗവാൻ അർജുനനോട് തുടർന്നു, സൂര്യാദി പ്രകാശവസ്തുക്കളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന സ്വയം പ്രകാശതത്വമായ ബ്രഹ്മം പ്രകാശങ്ങളുടെയൊക്കെ മൂലചൈതന്യമാണ്. അജ്ഞാന പടലങ്ങൾക്ക് എല്ലാം അപ്പുറമാണത്. അറിവും അറിയേണ്ടതും അറിവുകൊണ്ട് സിദ്ധിക്കുന്ന ഫലവും അതുതന്നെ. ബ്രഹ്മം സകലതിൻ്റെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിയും പുരുഷനും അനാദികളാണ്. വികാരങ്ങളും ഗുണങ്ങളും പ്രകൃതിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് ജനിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും പുരുഷൻ അതിനെല്ലാം അതീതനാണ്. പ്രകൃതിയുടെയും പുരുഷന്റെയും തത്വമറിയുന്നവൻ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തി നേടുന്നു. ചിലർ ആത്മാവിനെ ധ്യാനം കൊണ്ട് ആത്മാവിലൂടെ ആത്മാവിൽ കാണുന്നു. മറ്റു ചിലർ സാഖ്യയോഗം കൊണ്ടും വേറെ ചിലർ കർമ്മയോഗം കൊണ്ടും ആത്മാവിനെ ദർശിക്കുന്നു. ചിലർ ആചാര്യോപദേശം കേട്ടും ആത്മാവിനെ ഉപാസിക്കുന്നു. ആത്മാവിനെ ഏത് രീതിയിൽ ഉപാസിച്ചാലും എല്ലാ ഉപാസകരും അമൃതത്വം പ്രാപിക്കുന്നു. ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞന്റെയും ചേർച്ചയിൽ നിന്നാണ് ഓരോ വസ്തുവും ആവിർഭവിക്കുന്നത്. എല്ലാ ജീവികളിലും തുല്യമായി സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മം ആ ജീവികൾ നശിക്കുമ്പോഴും നശിക്കാതെ വർത്തിക്കുന്നു. ഇതറിഞ്ഞ് ജീവിക്കുന്നവരാണ് ആത്യന്തികമായ പരമാർത്ഥം ദർശിക്കുന്നത്. എന്തെന്നാൽ ആത്മഹിംസ നടത്താത്ത ആ വ്യക്തി പരമമായ ഗതി പ്രാപിക്കുന്നു. ആത്മാവ് ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിലും അതിൻ്റെ ഗുണരാഹിത്യം കൊണ്ടും അനാദിത്വം കൊണ്ടും ഒന്നും ചെയ്യുന്നില്ല. ഒന്നിലും ആസക്തി പുലർത്തുന്നുമില്ല. ഒരേ ഒരു സൂര്യൻ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ ആത്മാവ് സകല ശരീരങ്ങളെയും പ്രകാശിപ്പിക്കുന്നു. ശരീരവും ആത്മാവും എന്തെന്നറിഞ്ഞ് ജീവിക്കുന്നയാൾ മോക്ഷം പ്രാപിക്കും. ഹേ അർജുന, മഹത്തായ പ്രകൃതിയാണ് എൻ്റെ ഗർഭസ്ഥാനം.